എന്താണ് നരകമെന്നറിയോ ഉമ്മാ? എന്താണ് നരകമെന്നറിയോ? എന്റെ സ്നേഹപുഷ്പങ്ങൾക്ക് സമാനം ഈ പ്രശോഭിതമായ സ്ഥലത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വെള്ളിയാഴ്ച രാവല്ലേ നമ്മൾ ഓതൽ പ്രധാനമായി പ്രേരിപ്പിക്കപ്പെട്ട സൂറത്തല്ലേ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൽ നരകത്തെക്കുറിച്ചുള്ള ആയത്ത് നിങ്ങൾ ഓതിയിട്ടില്ലേ? വയസ്തഗീതു യുഗാതു ബിമാഇൻ കൽമുഹൽ യശ്ഫിൽ വുജൂഹ ബിസശ്ശറാബ് വസഅത മുർതഫഖാ. കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട കാരങ്കൂസുകളായ അലമ്പുകളായ ചവറുകളായ തമ്മാടികള് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് കൊല്ലങ്ങളോളം ഒരൽപ്പം ദാശമനത്തിന് വേണ്ടി നാക്ക് നീട്ടുകയാണ്. അവരുടെ മേലെ ചുണ്ടെല്ലാം നിർദ്ദലയിലേക്ക് വലയുകയാ, താഴെ ചുണ്ട് പൊക്കിളിന്റെ അടിയിലേക്ക് നീളുകയാ, നടുവിൽ നിന്ന് നാവെല്ലാം മൈൽസുകൾ നീളുകയാ. ആ സമയത്ത് നരകത്തിൽ കടന്നുകൊണ്ടൊരൽപ്പം വെള്ളത്തിന് വേണ്ടി അവർ നെഞ്ചുപൊട്ടി കെഞ്ചുകയാ. അല്ലാ അല്ലാ, മൈൽസുകൾ നീണ്ട നാക്കുമായി ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി നെഞ്ചുപൊട്ടി നരകത്തിൽ വെച്ചുകൊണ്ട് രോധനത്തോടെ കൊഞ്ചുന്ന നരകത്തിലെ ചവറുകളായ മനുഷ്യന്മാർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെക്കുറിച്ചാ ഖുർആൻ പറയുന്നത്. ആ വെള്ളമങ്ങ് കാണുമ്പോഴേക്ക് അല്ലാ അല്ലാ, ദാഹിച്ച് വലഞ്ഞ ഒട്ടകങ്ങൾ പാത്രത്തിലേക്ക് മുഖമടുപ്പിക്കുമ്പോൾ ഈ മനുഷ്യന്മാർ ദാശമനത്തിന് വേണ്ടിയുള്ള വെള്ളമാണെന്ന് കരുതിയിട്ട് അത് നിറക്കപ്പെട്ട പാത്രത്തിലേക്ക് മുഖമങ്ങ് അടുപ്പിച്ചാൽ അല്ലാഹുവിന്റെ കലാം പറയട്ടെ, യശ്ഫിൽ വുജൂഹ് യശ്ഫിൽ വുജൂഹ് യശ്ഫിൽ വുജൂഹ് യശ്ഫിൽ വുജൂഹ്, മുഖം ശവായിയാവുന്നതാ. ശവായി യശ്വി മുളാരിയ ഫിലാണത്. ശവായ് യശ്വി ശവായ്. ഈ ശവായി കോഴി ഇറങ്ങിയ സമയത്ത് നമ്മളൊക്കെ പറയും നരകത്തിലെ കോഴിയില്ല. സംഗതി ശരിയാണ്. ശവായി ഖുർആനിലുണ്ട്. നാളെ സൂറത്ത് ഓതുമ്പോ യശ്വിന്റെ അവിടെ നല്ല നോക്കിക്കോളെ. പഠിച്ചോനെ മൊയിലേര് വന്ന ശവായാണല്ലോ ഇതായിരിക്കണേ. ഇവർക്കൊക്കെ നെഹ്വ് നല്ല അറിയണവരാ. ഈ ലത്തീഫേഴ്സൊക്കെ അൽഫ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും കാണാതെ ചെല്ലുന്ന ആൾക്കാരാണ്. അവരോട് ചോദിച്ചോ യശ്വി സർഫ് എന്താന്ന് വെച്ച് നോക്കി. മുളാരിയ ഫൈല യശ്വി യശ്വി അൽ വുജൂഹ് യശ്വിൽ വുജൂഹ്, മുഖം ശവായാകുന്നതാ. കുടിച്ചിട്ടില്ല കേട്ടോ, കുടിച്ചിട്ടില്ല. ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ഹാവി മുഖത്ത് തട്ടുമ്പോഴേക്ക് മുഖം കണ്ട് ശവായിയാകുക. വിശുദ്ധ ഖുർആൻ. ഒരു മൈക്രോ സെക്കൻഡ് കിടക്കാൻ പറ്റുമോ? ഇത് ഖുർആനാ, ഇത് ഖുർആനാ. വെറുതെ പറയില്ല. ഇത് സുകുമാർ ഹൈക്കോട് സാറിന്റെ ലേഖനം വായിക്കല്ല, MT വാസുദേവ സാറിന്റെ ലേഖനം വായിക്കല്ല. അത് ചിലപ്പം കോഴിക്കോടാക്കും, കോഴിക്കോട് ആക്കും. ഇതല്ല, ഇത് ഖുർആനാ. ഇതിലൊരു അർഫ് തെറ്റൂല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി പറയാ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനിയും പറഞ്ഞോളി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അയിന്ന് രക്ഷപ്പെടാൻ അള്ളാന്റെ റസൂൽ കയ്യിൽ തന്നൊരു താക്കോലാണ് സദഖ. ഇത്തഖുന്നാറ വലോ ബിശഖിസ് തംറ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. ലൈലത്തുൽ ഖദർ കിട്ടിയെന്നുള്ളതിന്റെ ഒരു ലക്ഷണം ഞാൻ പറഞ്ഞേട്ടെ. ലൈലത്തുൽ ഖദർ ഈ മാസം കിട്ടിയെന്നുള്ളതിന്റെ ഒരു ലക്ഷണം പറഞ്ഞേറ്റെ. എന്താ നിങ്ങളെ മട്ടം പറയണോ? ആരാണോ കരഞ്ഞത് ഓനെ ലൈലത്തുൽ ഖദർ കിട്ടി. അങ്ങനെയാണ് ചില മഹാന്മാർ കിതാബ് എഴുതിച്ചത്. ഇന്ന് രാത്രി കണ്ണിന്ന് വെള്ളം പൊടിയുണ്ടോ? ജിബ്രീൽ നമ്മളെ കൈ തൊട്ടിരുന്നു ഇൻഷാ അല്ലാഹ്. കാരണം ജിബ്രീലിന്റെ കൈയ്യെത്തിയാൽ ഇവിടെ നനയുന്ന ഈ 20 വയസ്സിനിടയിൽ നനഞ്ഞിക്കണോ? നോമ്പറക്കാൻ നേരത്തെ മുളക് അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം ഒഴിച്ചിക്കണം. അതല്ല ചോദിക്കണേ. അതിപ്പോ നിർത്തണം എന്നാ അതുവരെ പറഞ്ഞു. കുറച്ച് ചവിട്ടി പിടിക്കുന്നത് നല്ലതാണ്. അള്ളാന്ന് വിളിച്ച് കരഞ്ഞിക്കണോ? ഇല്ലെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളായിട്ട് കരയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ എന്നാണ് വിളിച്ചാൽ നമ്മളും അള്ളി നമ്മളുള്ള കഴിഞ്ഞു പോന്ന്.
എത്ര വലിയ തമാടിത്തരം ചെയ്താൽ പഠിച്ചോനെ പറ്റിപ്പോയി ഇന്നില്ല എന്ന് പറഞ്ഞാൽ ഹലാസ് അയിമ തീരാളുള്ളൂ. അള്ളാഹ് അത്ര വലിയ ദയാലുവാണ്. അത്ര വലിയ ദയാലുവാണ്. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ തിരിച്ചെന്നപ്പോ ആയിഷാബി കണ്ണിന് വെള്ളം ഇങ്ങനെ തുടച്ചുകൊണ്ട് കണ്ണിങ്ങനെ കലങ്ങി നിൽക്കുകയാണ്. അപ്പൊ മുത്തനബി ചോദിച്ചു, എന്തേ ആയിഷ എന്ന് ചോദിച്ചു. മുത്തനബിയെ, ഇവിടെ ഒരു പെണ്ണ് വന്നീന്ന്, ഓളെ വലത്തും ഇടത്തും പക്കത്ത് 2 പൈതമക്കളുണ്ടായിരുന്നു. അതിനെന്തിനാ ആയിഷജി കരയണ്? അത് ആ പെമ്പറന്നോള് വന്നുകാണ്ട് എന്നോട് ഇങ്ങനെ ആക്കി. അതിനർത്ഥം 5-6 ദിവസമായി തിന്നിട്ട് ഞാനും കുട്ടികളും ഒന്നുമില്ല എന്നാണ്. അപ്പൊ അവിടെ ആകെ ഒരു 3 ഈത്തപ്പഴാ ഉള്ളത്. ആയിഷാബി എടുത്തു കൊടുത്തു. അപ്പൊ ആയിഷാബി പറയണ 3 കിട്ടിയപ്പോ 2 ഈത്തപ്പഴം 2 വക്കത്തിരിക്കുന്ന കുട്ടികൾക്ക് ആ പെമ്പറന്നോള് പൊളിച്ചിട്ട് കൊടുത്ത്. പക്ഷെ വിശപ്പ് തീർന്നിട്ടില്ല. പൈതങ്ങള് അസ്ഥി പുറത്തേക്ക് തള്ളി നിൽക്കണം വിശപ്പിന്റെ ഉക്കൊണ്ട്. 2 കൊടുത്തിട്ട് ഈ പെണ്ണും അങ്ങനെ തന്നെയല്ല, ഉമ്മ അങ്ങനെ തന്നെയാണ്, കഠിന വിശപ്പാണ്. അപ്പൊ ഉമ്മ എന്ത് ചെയ്തു? ഒരു ഈത്തപ്പഴം പൊളിച്ചിട്ട് വായിലേക്ക് ഇടുന്നാറ്റി കുട്ടികൾ പിന്നെയും കൈ നോക്കി ശരിയെന്നറിയില്ല. കുട്ടികൾക്ക് അതറിയില്ല, ഉമ്മാന്റെ വിശപ്പ് അറിയില്ലല്ലോ. അപ്പൊ ചുണ്ടുമ്മ തട്ടി ഈത്തപ്പഴം വായില് വെള്ളം ഊറിക്കുണ്ട്. ആ വെള്ളം അങ്ങോട്ട് കുടിച്ചു. എന്നിട്ട് ഈത്തപ്പഴം പൊളിച്ചിട്ട് പിന്നെ 2 കുട്ടികൾക്കാണ് കൊടുത്തത്. ആയിഷാവിക്കാണെങ്കിൽ പിന്നെ ഇഞ്ഞൊന്നും എടുത്തു കൊടുക്കാൻ ഉണ്ടായതില്ല. ഈ രംഗം കണ്ടിട്ട് ആയിഷാവി 2 കാര്യത്തിനാ കരഞ്ഞത്. ഇഞ്ഞൊന്നും എടുത്തു കൊടുക്കാനില്ലല്ലോ എന്നും ആ പെമ്പറന്നോൾക്ക് ആ കുട്ടികളോടുള്ള സ്നേഹം ചിന്തിച്ചിട്ട് ആയിഷാവി കരഞ്ഞിട്ട് കണ്ണിങ്ങനെ തുടച്ചോണ്ടിരിക്കുമ്പോ മുസ്തഫാ നബിയാണ് കയറിയത്. മുസ്തഫാ നബി ചോദിച്ചു, ആയിഷാവി എന്തിനാ കരുന്നത്? അപ്പൊ ആയിഷാവി സംഗതി അറിഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞതാണ്, നീ കണ്ട ഉമ്മയ്ക്ക് ആ കുട്ടികളോടുള്ള സ്നേഹമില്ലേ ആയിഷ, അതിനേക്കാൾ വലിയ കടുപ്പപ്പെട്ട സ്നേഹമാണ്, അലിവാണ്, കൃപയാണ്, കാരുണ്യമാണ്. സൃഷ്ടി തമ്പുരാനായ സർവഗുണ സമ്പൂർണനായ അർഹമുർ റഹീമീനായ ഖാലിഖായ റബ്ബുൽ ആലമീൻ അവന്റെ അടിയാറുകളായ പടപ്പുകളോട് ആയിഷ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കട്ടോ, ആ പെണ്ണ് ആ കുട്ടികളെടുത്തിട്ട് അടുപ്പ് ഇടുവോ? ആ പെണ്ണ് ആ 2 കുട്ടികളെടുത്തിട്ട് അടുപ്പ് ഇടുവല്ലേ? അപ്പൊ നമ്മളല്ല നരകത്ത് ഇടുവോ? നമ്മളല്ല നരകത്ത് ഇടുവല്ലേ? അത് റജായിന് ഞാൻ പറഞ്ഞാണ്. ഹൗഫോണ്ട് ദോർക്കും വേണം. ഇടാതിരിക്കട്ടെ, ഇടൂല ഇൻഷാ അല്ലാഹ്, ഇടാതിരിക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്